നമസ്കാരം. തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി അയാൾ ഇന്ത്യയിൽ വിചാരണ നേരിടേണ്ടി വരും. ഇനി കോടതി നടപടികളിലേക്ക് കടക്കും. അതിനു മുമ്പ് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇനിയും എന്തെങ്കിലും പുറത്തു വരാനുണ്ടോ എന്ന കാര്യം ആരായും. ദേശീയ അന്വേഷണ ഏജൻസി ആയിരിക്കും തീർച്ചയായും ഈ തഹാവൂർ റാണയെ ഇനി കൈകാര്യം ചെയ്യുക. അതിനുശേഷം വിചാരണ നടപടികൾ പുനരാരംഭിക്കും. കോടതികളൊക്കെ ഈ പറയുന്ന തഹാവൂർ റാണയെ വിചാരണ ചെയ്യാനിരിക്കുന്ന കോടതികളിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പഴയ കേസ് ഫയലും മറ്റ് കാര്യങ്ങളുമെല്ലാം പൊടിതട്ടി എടുക്കുന്നുണ്ട്. ജയിലുകളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. തഹാവൂർ റാണയെ തീഹാർ ജയിലിലായിരിക്കും പാർപ്പിക്കുക എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ നിയമ പോരാട്ടങ്ങൾ, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് തഹാവൂർ റാണ എന്ന രാജ്യം ഒരിക്കലും മറക്കാത്ത ഒരു ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനെ ഒരു വിദേശ രാജ്യത്തു നിന്നും, അതും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഇത്രയും സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും മറുഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അത് മറ്റാരുമല്ല, പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനാണ് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. മുംബൈയിൽ ആക്രമണം നടത്താനുള്ള എല്ലാ പദ്ധതികൾക്കും രൂപം കൊടുത്തത് ആ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ചാരസംഘടനയായ ISI ആണ്. പാകിസ്ഥാൻ ആർമിക്കടക്കം ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിലെ ഭീകരന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കാനായി, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാനായി, ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഭീതി മുളപ്പിക്കാനായി ചെയ്ത ഒരു വലിയ ഭീകരാക്രമണമായിരുന്നു. പാകിസ്ഥാന് ഇതിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പാക് സ്വദേശിയായിട്ടുള്ള കനേഡിയൻ പൗരത്വമാണ് തഹാവൂർ റാണയ്ക്ക് ഉള്ളത് എങ്കിൽ കൂടി അയാൾ അടിമുടി പാകിസ്ഥാനിയാണ്. അങ്ങനെ പാകിസ്ഥാനിയായ ഒരാളെയാണ് ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ഇപ്പോൾ കൈവിലങ്ങ് വച്ച് ഇന്ത്യ അമേരിക്കയിൽ നിന്നും സ്വന്തം രാജ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. ആ ജാള്യത മറക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ആ ജാള്യത നീക്കാനായി ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ആ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് തഹാവൂർ റാണ എന്നൊരാളെ ഇന്ത്യ അമേരിക്കയിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്നതായി ഞങ്ങൾ കേട്ടു. സത്യത്തിൽ ഈ തഹാവൂർ റാണയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അയാൾ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി പാക് പൗരത്വം പുതുക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ കനേഡിയൻ പൗരനാണ്. ഞങ്ങൾക്കതിൽ കാര്യമൊന്നുമില്ല. കാനഡയിൽ നിന്നും ഉള്ള ഒരാളാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തത് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണ് വലിയ വായിൽ പാകിസ്ഥാൻ വർത്തമാനം പറയുന്നത്. അതായത് 20 വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ പൗരത്വം ഇയാൾക്കുണ്ടായിരുന്നു എന്ന് ഇൻഡയറക്റ്റായി പാകിസ്ഥാൻ സമ്മതിക്കുക കൂടിയാണ്. 20 വർഷമായി ഇദ്ദേഹം പൗരത്വ രേഖകൾ പുതുക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾ പാകിസ്ഥാൻ സ്വദേശിയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നയാളാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ പാകിസ്ഥാൻ പൗരനായിരുന്നു. അതിനുശേഷം അയാൾ കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ISI എന്ന ചാരസംഘടനയുമായി ബന്ധമുള്ള ISIയുടെ ഏജൻ്റാണ് തഹാവൂർ റാണ എന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പോഴും തഹാവൂർ റാണ ആര് എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ തഹാവൂർ റാണ പാകിസ്ഥാൻകാരനല്ല എന്ന് ഇപ്പോഴും തലയിൽ കൈവച്ച് പറയുകയാണ് പാകിസ്ഥാൻ. മുമ്പ് അജ്മൽ കസബും പാകിസ്ഥാൻകാരനല്ല എന്ന് അവർ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിൽക്കാലത്ത് പാകിസ്ഥാന് കസബിൻ്റെ പൗരത്വം അത് പാകിസ്ഥാൻ്റേതാണ് എന്ന് പിന്നീട് സമ്മതിക്കേണ്ടി വന്നു. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ തഹാവൂർ റാണയുടെ പൗരത്വവും ഒരുപക്ഷെ ഭാവിയിൽ, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വന്നേക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ EduBix ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാ സാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.